സാലേം രാജാവായ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ. അവൻ അബ്രാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃപാകടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 18-19 വാക്യങ്ങൾ. കർത്താവായ യേശുവിൽ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും വലിയ ദൈവ സാന്നിധ്യത്തിനകത്താണ്. കർത്താവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിന്റെ പേര് എന്ന നമ്മുടെ സീരീസിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം. ദൈവത്തോട് ചേർന്ന് ജീവിച്ചിരുന്നവർ, കർത്താവിന്റെ കൽപ്പന പ്രകാരം ദൈവഹിതപ്രകാരം ജീവിതം നയിച്ചവർ, ദൈവത്തോട് ചേർന്ന് ജീവിച്ച വിശുദ്ധരായ മനുഷ്യർ, അവരുടെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലും ദൈവം ഇടപെട്ട സന്ദർഭങ്ങളെ, ആ സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഈ ഏക സത്യ ദൈവത്തെ അവർ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോ പേരിൽ വിളിച്ചു. അതാണ് നമ്മൾ എൻ്റെ ദൈവത്തിന്റെ പേര് എന്ന സീരീസിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ ദൈവത്തിന്റെ പേരിനെ കുറിച്ച് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. തിരുവചനം ഇതാണ്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ ഇങ്ങനെയാണ്. സാലേം രാജാവായ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ. അവൻ അബ്രാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃപാകടാക്ഷം നിന്റെ മേൽ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇങ്ങനെയാണ് സാലേം രാജാവായ മെൽക്കിസദേക്ക്. സാലേം എന്ന വാക്കിന്റെ അർത്ഥമെന്ന് പറയുന്നത് സാലേം, ശാലോം, സമാധാനം. സമാധാനത്തിന്റെ രാജാവാകുന്ന മെൽക്കിസദേക്കിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിന്റെ പുത്രനോടാണ് അദ്ദേഹത്തെ അപ്പോസ്തലൻ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. കാരണം മെൽക്കിസദേക്കിന്റെ പിതാവിനെ കുറിച്ചോ വംശ പരമ്പരയെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. സമാധാനത്തിന്റെ രാജാവാകുന്ന മെൽക്കിസദേക്ക് ഇങ്ങനെയാണ്. അദ്ദേഹത്തെ അടുത്തത് തിരുവചനം അഭിസംബോധന ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ, മോസ്റ്റ് ഹൈ ഗോഡ്, ഏറ്റവും ഉന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു മെൽക്കിസദേക്ക്. നമ്മുടെ പ്രധാന പോയിന്റ് ഇതാണ്, അത്യുന്നതനായ ദൈവം. ആമേൻ. എൽ എലിയോൺ, സകല ദേവന്മാരെക്കാളും ഉപരിയായ ദൈവം, മോസ്റ്റ് ഹൈ ഗോഡ്, എൽ എലിയോൺ. ഈ അത്യുന്നതനായ ദൈവം എന്ന വചനത്തിന്റെ ഈ വാക്കിന്റെ യഥാർത്ഥ മൂലപദത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. എൽ എലിയോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഹൈ ഗോഡ്, സകല ദേവന്മാരെയും കാൾ ദൈവമെന്ന് വിളിക്കപ്പെടുന്ന, ആരാധന വിഷയമായിരിക്കുന്ന, ആരാധന സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവ സങ്കല്പങ്ങൾ, വിഗ്രഹങ്ങൾ, അത് എന്തുമാകട്ടെ, അതിനെ എല്ലാത്തിനേക്കാളും ഉപരിയായ അതി ഉന്നതനായ ദൈവം, അത്യുന്നതനായ ദൈവം, മോസ്റ്റ് ഹൈ ഗോഡ്, എൽ എലിയോൺ. മെൽക്കിസദേക്ക് ഈ മോസ്റ്റ് ഹൈ ഗോഡിന്റെ, അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. ഹല്ലേലൂയ. ഈ പുരോഹിതനായ മെൽക്കിസദേക്ക് അബ്രഹാത്തെ മീറ്റ് ചെയ്യുന്ന അവർ എൻകൗണ്ടർ ടൈം എന്ന് പറയുന്നത് നമുക്ക് ഈ വചനഭാഗം വായിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും. അബ്രഹാത്തിന്റെ സഹോദര പുത്രനായ ലോത്ത് താമസിച്ചിരുന്ന സോദോം ഗൊമോറ പ്രദേശങ്ങളെ ആക്രമിച്ച് കീഴടക്കിയ ഒരു രാജാക്കന്മാരുടെ കൂട്ടം, ഒരു 5 പേർ, ഒരു 4 രാജാക്കന്മാർക്കെതിരെ ഒരു യുദ്ധം ഉണ്ടാവുകയാണ്. അതിനകത്ത് തോറ്റുപോയ രാജാക്കന്മാരെ, ആ തോറ്റുപോയവര് സോദോം ഗോമോറയുടെ രാജാക്കന്മാരായിരുന്നു. അവരെ വിജയിച്ചവർ ആ ദേശത്തുള്ള ഉണ്ടായിരുന്നവരെ തട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അത് അറിഞ്ഞപ്പോ അബ്രാം കൂടെ ഉണ്ടായിരുന്നവരെ കൂട്ടി, അദ്ദേഹത്തിന്റെ ഭവനത്തിൽ പയറ്റി തെളിഞ്ഞവരെ കൂട്ടി, അദ്ദേഹത്തിന്റെ 1-2 സുഹൃത്തുക്കളെയും അവരുടെ സഹചാരികളെയും കൂട്ടിക്കൊണ്ട് ഈ രാജാക്കന്മാരെ പിന്തുടർന്ന് അവരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് തന്റെ സഹോദരപുത്രനാകുന്ന ലോത്തിനെയും കൂടെ ഉള്ളവരെയും തിരികെ കൊണ്ടുവരികയാണ്. ആ സമയത്ത് യുദ്ധം ചെയ്ത് തളർന്ന് ക്ഷീണിച്ച് ഇരിക്കുന്ന അവരുടെ അടുത്തേക്കാണ് ആ സമയത്ത് മെൽക്കിസദേക്ക് ദൈവത്താൽ അയക്കപ്പെടുന്നത്. വെറും ദൈവത്താലല്ല, ദൈവമെന്ന് വിളിക്കപ്പെടുന്ന ആരാലെങ്കിലുമല്ല, സർവശക്തനായ അത്യുന്നതനായ മോസ്റ്റ് ഹൈ ഗോഡ് ആകുന്ന എൽ എലിയോണാൽ അയക്കപ്പെടുന്നത്. എന്തിനാണ്? തളർന്നിരിക്കുന്നവരുടെ അടുത്തേക്ക് ഈ മെൽക്കിസദേക്ക് വന്നിട്ട് ആദ്യം ചെയ്യുന്ന കാര്യം, അവർക്ക് അപ്പവും വീഞ്ഞും കൊടുത്തു. അപ്പം കർത്താവായ യേശുവിന്റെ ശരീരമെന്ന് പറയാം, അതല്ലെങ്കിൽ തിരുവചനമെന്ന് പറയാം.
ഹല്ലേലൂയ. തളർന്നിരിക്കുന്നവനെ ബലപ്പെടുത്തുന്ന യേശുവിന്റെ ശരീരം, അതല്ലെങ്കിൽ തളർന്നിരിക്കുന്നവനെ ശക്തിപ്പെടുത്തുന്ന ദൈവ വചനം. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം വെളിപ്പാട് പുസ്തകത്തിനകത്ത് യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ രക്തത്തിൽ മുഖ്യ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവ വചനമാണ്. അപ്പം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, തിരുവചനമായും യേശുക്രിസ്തുവിനായി നമുക്ക് പറയാം, അത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം ശക്തിപ്പെടുത്തുന്നവനെ, തളർന്നിരിക്കുന്നവനെ, ക്ഷീണിച്ചിരിക്കുന്നവനെ ഉണർത്തുന്ന ദൈവത്തിന്റെ വചനമാകുന്ന കർത്താവായ യേശുക്രിസ്തുവിനെയാണ് ആദ്യം മെൽക്കിസദേക്ക് കൊടുത്തത്. രണ്ടാമത്തത് വീഞ്ഞ്. രണ്ടർത്ഥങ്ങളുണ്ട് വീഞ്ഞ് എന്ന് പറയുമ്പോൾ. ഒന്നാമത്തത്, അതിന്റെ ഒരർത്ഥം എന്ന് പറയുന്നത് പരിശുദ്ധ ആത്മാവ്. ആമേൻ. പരിശുദ്ധാത്മാവിനെ വീഞ്ഞായിട്ട് തിരുവചനം താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പവും വീഞ്ഞും യേശുക്രിസ്തുവാകുന്ന, യേശുക്രിസ്തുവിന്റെ തന്നെ ശരീരവും അവന്റെ രക്തമാകുന്ന വീഞ്ഞും പരിശുദ്ധ ആത്മാവിനെയും മോസ്റ്റ് ഹൈ ഗോഡ് എൽ എലിയോൺ മെൽക്കിസദേക്കിനെ അയച്ച് കൊടുത്ത് അവരെ ഉണർത്തുകയാണ്. തളർന്നു കിടക്കുന്നവനെ ഉയർത്തുന്ന ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദ മോസ്റ്റ് ഹൈ ഗോഡ്, ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്ന അതേ സർവശക്തനായ, അതിപരിശുദ്ധനായ, അത്യുന്നതനായ എൽ എലിയോൺ ആകുന്ന ദൈവം നിങ്ങളുടെ ജീവിതങ്ങളിൽ ഇന്ന് വെളിപ്പെട്ട് കഴിയുമ്പോൾ അറിഞ്ഞുകൊള്ളുക, ഏത് തളർന്ന അവസ്ഥയിലാണെങ്കിലും, ഏത് തീർന്ന അവസ്ഥയിലാണെങ്കിലും, എത്ര തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണെങ്കിലും, ഇനി ഒരു സാധ്യതയില്ലാതിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും അറിഞ്ഞുകൊള്ളുക, ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ഇന്ന് വെളിപ്പെടും. ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തി, അത്യുന്നതനായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന സമയമാണെന്നേ. ധൈര്യമായിരിക്കെ. സാധ്യതകൾ തീർന്നിരിക്കുകയായിരിക്കാം, ഭയപ്പെടേണ്ട, എന്റെ കർത്താവ് നിന്നെ ഉയർത്താൻ വരുന്നുണ്ട്. ആമേൻ. തകർന്നു കിടക്കുകയായിരിക്കാം, ധൈര്യമായിരിക്കെ. എൽ എലിയോൺ നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തും. കാരണം ആ നാമത്തിന്റെ മുൻപിൽ കീഴടങ്ങാത്ത മറ്റൊരു നാമവുമില്ല. എത്ര വലിയ തകർച്ചയായാലും, തിന്മയായാലും, പാപമായാലും, ശാപമായാലും, പീഡകളായാലും, ഏത് തരത്തിലുള്ള നാമമായാലും അതെല്ലാം എൽ എലിയോന്റെ മുൻപിൽ കീഴടങ്ങുക തന്നെ ചെയ്യും. ആ നാമം കർത്താവായ യേശുവിലൂടെ വിജയം വരിച്ചിട്ടുണ്ട്. ആ നാമത്തിന് മുൻപിൽ കീഴടങ്ങാത്ത മറ്റൊന്നുമില്ലെന്നേ. ഹല്ലേലൂയ. ധൈര്യമായിരിക്കും. സാധ്യതകൾ തീർന്നിരിക്കുകയായിരിക്കാം, പക്ഷെ നമുക്ക് ഒരു സാധ്യതയുണ്ട്. അത്യുന്നതനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. എൽ എലിയോൺ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നു. പൈശാചിക ശക്തികൾ നിങ്ങളെ കീഴടക്കുന്നുണ്ടാവാം. അറിഞ്ഞോ, ആ ദൈവമെന്ന് വിളിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ദേവസങ്കല്പങ്ങളായിരിക്കുന്ന ഈ പൈശാചിക ശക്തികളെക്കാളും ഉയർന്ന നാമമാകുന്ന എൽ എലിയോണിന്റെ യേശു എന്ന നാമം നിങ്ങളുടെ ജീവിതങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നു. എത്ര തകർച്ചയായാലും, ഏതൊക്കെ തിന്മകളായാലും, ഏതൊക്കെ ശാപമായാലും തീർക്കാൻ പറ്റില്ല, തീരില്ല. കാരണം നീ ആരാധിക്കുന്ന ദൈവം, നിന്നെ വിളിച്ചിരിക്കുന്ന കർത്താവ്, അവൻ അത്യുന്നതനാണ്. അവന്റെ നാമത്തെക്കാൾ ഉപരിയായ മറ്റൊരു നാമവുമില്ലെന്ന് ആ ധൈര്യം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ഈ മോസ്റ്റ് ഹൈ ഗോഡ് ആകുന്ന, സർവശക്തനാകുന്ന, അത്യുന്നതനാകുന്ന, എൽ എലിയോൺ ആകുന്ന ദൈവത്തെക്കുറിച്ചുള്ള പരിപൂർണമായ ബോധത്തിൽ വളരുക. ആ നാമത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുക. ആ നാമം നിങ്ങളെ വളർത്തും, ഉയർത്തും, സ്ഥാപിക്കും. വീഴ്ത്താൻ നോക്കിയവരുടെ മുൻപിൽ, തളർത്താൻ നോക്കിയവരുടെ മുൻപിൽ, തീർക്കാൻ നോക്കിയവരുടെ മുൻപിൽ, നശിപ്പിക്കാൻ ശ്രമിച്ചവരുടെ മുൻപിലെല്ലാം ഈ നാമത്തിലുള്ള വിശ്വാസം നിമിത്തം നിങ്ങൾ ഉയർന്ന് തന്നെ നിൽക്കും. നിന്റെ ശത്രുക്കളുടെ മുൻപിൽ എൽ എലിയോൺ നിനക്ക് ഒരു വിരുന്നൊരുക്കാൻ പോകുന്നു. ധൈര്യമായിരിക്കെ. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഈ നാമത്തെക്കുറിച്ചുള്ള പരിപൂർണമായ അറിവിൽ വളർന്നു വരിക. പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനായി നയിക്കട്ടെ. കർത്താവിന്റെ കരം നിങ്ങളുടെ മേലിരുന്ന് പ്രവർത്തിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം നിങ്ങളുടെ മേലിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ തിരുവചന ശുശ്രൂഷ നിങ്ങൾക്കൊരു അനുഗ്രഹമായെങ്കിൽ, ഇത് മറ്റുള്ളവർക്കും അയച്ചു കൊടുക്കുന്നത് കൊണ്ട് ഒരു ഗുണമുണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ വചന ശുശ്രൂഷ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും പരിചയക്കാർക്കും അയച്ചു കൊടുക്കുക. ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള ബോധത്തിൽ അവരും വളരട്ടെ. അതിലൂടെ ലഭിക്കുന്ന ദൈവിക നന്മകൾ അവർക്കും സ്വീകരിക്കാൻ ഇടയാകട്ടെ. അങ്ങനെ സുവിശേഷ വേലക്കാരായി നമുക്ക് മാറാം. കർത്താവിന്റെ കരം നമ്മളെ നിരന്തരം നയിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ.